എന്ന് പറഞ്ഞാൽ ഇതിലെ പ്രശ്നം അങ്ങനെ ഇതൊരു ശിഖരത്തിലായിട്ടല്ലെന്നുള്ളതാണ് പ്രശ്നം. പല ശിഖരങ്ങളിൽ കൂടി ഇങ്ങനെ കയറി ഇറങ്ങി നേരത്തെ പറഞ്ഞ പോലെ റൈഡ് പോകത്തില്ല, തീം പാർക്കിലെ റൈഡ് പോലെ ഇങ്ങനെ കളിക്കുകയാണ് കുറേ സമയമായിട്ട് അത്. അപ്പോൾ ഇത് വെള്ളം അടിച്ചാലൊന്നും ഇറങ്ങി വരത്തില്ലെന്നാണ് ശ്രീ വാവു സുരേഷ് പറയുന്നതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇത് അരമണിക്കൂറോളം വെള്ളത്തിനടിയിൽ കഴിയാൻ കഴിവുള്ള, ശ്വാസം അടക്കി പിടിച്ച് കഴിയാൻ കഴിവുള്ള പാമ്പാണ്. അപ്പം കുറച്ച് വെള്ളം താഴെ നിന്ന് ചീറ്റിയാൽ അത് വരില്ല. ഇനി ഫയർഫോഴ്സിൻ്റെ അതിശക്തമായ ഇല്ല നമ്മൾ ജലവീരങ്കി പോലെ അടിച്ചു കഴിഞ്ഞാൽ അതും വീഴത്തില്ല, ഇത് അതിൽ തന്നെ കെട്ടിപ്പിണഞ്ഞങ്ങിരിക്കും, കെട്ട് മുറുക്കിയങ്ങിരിക്കും എന്നാണ് പറയുന്നത്. നേരത്തെ സംസാരിച്ച് റോഷി പറഞ്ഞത് ഇത് അത്ര എന്താണ് ഇത് കണ്ടാൽ പാവം തോന്നിയാലും അത്ര പാവമല്ല, ഇവൻ കടിച്ചാൽ ഇത് പട്ടിയെ കടിക്കുന്ന പോലെ കടിച്ച് എടുക്കാൻ കഴിവുള്ള പാമ്പാണ്. മാത്രമല്ല ഇവൻ കയറി ചുരുക്കിയാൽ ഇവൻ കയറി കെട്ടിപ്പിണഞ്ഞിടത്തെ എല്ലൊക്കെ ഒടിക്കാനുള്ള ശക്തിയുള്ള പാമ്പ്, അത്ര വലിയ മസിൽ പവറുള്ള ഒരു പാമ്പാണ് എന്നാണ് നേരത്തെ റോഷി പറഞ്ഞത്. പക്ഷേ വാവു സുരേഷ് പറയുന്നത് അങ്ങനെ ഇല്ല, അതത്ര അദ്ദേഹത്തെ ചുറ്റിയിട്ടുണ്ടോ, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ പാമ്പ് അതിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. കഴിഞ്ഞ കുറേ സമയമായി ഈ പാമ്പ് ഒരു പടുകൂറ്റൻ പെരുമ്പാമ്പ് നഗരമധ്യത്തിലൊരു മരത്തിൻ്റെ മുകളിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതിനെ താഴെ ഇറക്കാനുള്ള ശ്രമങ്ങൾ എന്തായാലും ഇതുവരെ വിജയിച്ചിട്ടില്ല. ഇപ്പോൾ എന്തായാലും അത് നന്നായിട്ട് അനങ്ങുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നന്നായി അനങ്ങി തിരിഞ്ഞ് നടക്കുകയൊക്കെ ചെയ്യുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആലസ്യം പോലെ ഉണ്ടായിരുന്നു, താഴെ ആൾ നിന്നപ്പോഴാണ് തോന്നുന്നു ആലസ്യം മാറിയത്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണ്ടും എഴയാണ്, വീണ്ടും മേപ്പോട്ട് കയറാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, നടക്കുമോ? ഹാഷ്മി, ഇതുവരെ നടപടിയാവുന്ന കാര്യം തീരുമാനമായിട്ടില്ല. ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ എം എൽ എ എത്തിയിട്ടുണ്ട്, വാർഡ് കൗൺസിലർ, ഫയർഫോഴ്സ്, സ്നേക്ക് റെസ്ക്യൂവർ, അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അവർ പരസ്പരം ചർച്ച ചെയ്യുകയാണ് ഇത് എന്താണ് ഇതിന്റെ പരിഹാരം എന്ന് കണ്ടെത്താനായിട്ടില്ല. ഇത് വെള്ളം അടിച്ചാൽ ഇത് നടപടിയാകുമെന്ന കാര്യത്തിൽ തീരുമാനമില്ല, അവർക്കൊരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അത് തന്നെ ആദ്യം സ്വീകരിക്കണമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചർച്ച. ഇപ്പോൾ ഏകദേശം ഫയർഫോഴ്സ് എത്തിയിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റായി. ഇപ്പോഴും ആ ലാഡർ എടുത്ത് അപ്പുറത്തേക്ക് ഇട്ടതല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരടി പോലും അനങ്ങാനായിട്ടില്ല. പാമ്പാവട്ടെ ഇതിന്റെ മുകളിലിരുന്ന് ഇതെല്ലാം കണ്ട് കുറച്ചുനേരം അവിടെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ എന്നുള്ളൊരു മൂഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. വലിയ ആൾക്കൂട്ടം. ആദ്യം കൂടി ഞാനിവിടെ വരുമ്പോൾ ഒരു 10-20 പേരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 200 പേരിനടുത്ത ആളുകൾ ഈ പാമ്പിനെ കാണാൻ വേണ്ടിയിട്ട് ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ സ്നേക്ക് റെസ്ക്യൂർ പറഞ്ഞത് ഈ പ്രദേശത്ത് ആള് കൂടുന്തോറും ഇത് ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത കുറവായിരിക്കുമെന്ന്. അപ്പോൾ പറഞ്ഞു ഇത് കുറച്ചുകൂടി പ്രശ്നമായിരിക്കും, അതായത് ആളുകൾ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ പാമ്പ് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ആളുകൾ ഓരോ മിനിറ്റിലും ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് ഫയർഫോഴ്സിന് ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ത് എന്നുള്ള ചോദ്യം, അവിടെ കൂടിയാലോചനകളൊക്കെ നടക്കുകയാണ്. ഇന്നെന്തായാലും എറണാകുളം ഈ മിഷൻ പെരുമ്പാമ്പിൽ തങ്ങി നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പാമ്പ് ഇപ്പോഴും നേരത്തെ ഒരു 15 മിനിറ്റ് മുമ്പ് പാമ്പ് വളരെ കാര്യമായി ആക്റ്റീവായി അതിന് മറ്റ് കൊമ്പുകളിലേക്കൊക്കെ അനങ്ങിയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് അവിടെ തന്നെ സ്റ്റേ ചെയ്യുകയാണ്, ഒരിടത്ത് തന്നെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പാമ്പ് അനങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സാധ്യതകളുണ്ട് എന്നാണ് സ്നേക്ക് റെസ്ക്യൂർ അടക്കം പറയുന്നത്. പൂർണ്ണ സജ്ജമാണ്, അതായത് പാമ്പ് താഴേക്ക് എത്തിയാൽ പിടികൂടാനുള്ള സജ്ജമാണ്, എല്ലാം സജ്ജമാണ്. പക്ഷേ അതെത്തണമെങ്കിൽ പാമ്പ് തന്നെ വിചാരിക്കണമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച റോഷനി അടക്കം പറഞ്ഞത്. പാമ്പ് തന്നെ വിചാരിക്കാതെ ഇത് നടപടിയാവില്ല. കാരണം ഇത് മലമ്പാമ്പാണ്, കുറച്ച് കരുത്തു കൂടിയ പാമ്പാണ്. ഇത് എവിടെയെങ്കിലും മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ അവിടെ നിന്ന് വിട്ടുപോരുക എന്നുള്ളത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ചെറുതായി അനങ്ങുന്നുണ്ട്. തലയൊക്കെ അനക്കി ഇതിന്റെ മറ്റ് ഇടങ്ങളിലേക്കൊക്കെ വീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ദൃശ്യങ്ങൾ കാണുന്ന പോലെ നോക്കി താഴെ എന്താ എന്നുകൊണ്ട് പിന്നെ റെസ്റ്റിലോട്ട് ബാക്ക് ടു റെസ്റ്റ്. സമാധാനം, ശാന്തം, സ്വസ്ഥമായിട്ടിരിക്കുക അവിടെ. വിഷ്ണു, ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെയാണ്. രാവിലെ എഴുന്നേക്കുക, കുളിപ്പിക്കുക, കിടക്കുക എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പോൾ ഇടയ്ക്ക് എഴുന്നേക്കും, താഴത്ത് നോക്കും, ഇപ്പൊ 200 പേര് വന്നിട്ടുണ്ട്, ഓക്കെ ഇനി ബാക്കി ഞാൻ അവിടെ തന്നെ ഇരിക്കാം എന്നുള്ളത്, കുറച്ചുകൂടി ആൾ കൂടട്ടെ എന്നൊരു വൈബിലാണ് പുള്ളി ഉള്ളതെന്ന് തോന്നുന്നു. എന്തായാലും താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വളരെ ശക്തമായി നടക്കുന്നുണ്ട്. ഇതെല്ലാം തനിക്ക് വേണ്ടിയിട്ടാണോ, ഇത്രയും പേര് തന്നെ കാണാൻ വേണ്ടിയാണോ വന്നതെന്നുള്ളൊരു അത്ഭുതത്തോടെയാണ് പാമ്പ് മുകളിലിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം അവിടെ നിൽക്കുക എന്നുള്ളൊരു വൈബിലാണ് അതുള്ളത്. എന്തായാലും ശ്രമം വളരെ ഊർജിതമാണ്. ഒന്ന് ആലോചിച്ച് വെക്കുക, സാധാരണഗതിയിൽ മലമ്പാമ്പിനെ പിടികൂടുക എന്ന് പറയുന്നത് നാട്ടിൻപുറത്തേക്ക് വളരെ സ്വാഭാവിക നടപടിയാണ്. മലമ്പാമ്പിനെ കാണുന്നു, അവിടെ നിന്ന് ആളുകൾ വരുന്നു, വനം വകുപ്പ് വരുന്നു, അല്ലെങ്കിൽ നാട്ടുകാരിൽ ആരെങ്കിലും ഒരാൾ പിടിച്ചുകൊടുക്കുന്നു. ഇവിടെ മലമ്പാമ്പിനെ കാണുന്നു, നാട്ടുകാർ വരുന്നു, ഫയർഫോഴ്സ് എത്തുന്നു, സ്ഥലം MLA വരുന്നു. ഒരു ഫുൾ സജ്ജീകരണങ്ങളാണ് ഈ മലമ്പാമ്പിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു ഓപ്പറേഷന് വേണ്ടി, അതായത് ഒരു മിഷൻ എങ്ങനെയാണ് നടപ്പാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്താൽ മതി, പക്ഷെ അതിന് ഇച്ചിരിയും കൂടി മലമ്പാമ്പ് പാവങ്ങൾ താഴെ കുറെ അധ്വാനിക്കുന്നുണ്ട്. എന്നാൽ ഇറങ്ങി കൊടുത്തേക്കാം, എന്നാൽ ഇറങ്ങി കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ. കാര്യം അത് വലിയ മരമാണ്, വലിയ മരത്തിൻ്റെ ഏതാണ്ട് ടോപ്പിൻ്റെ ഭാഗത്തേക്ക് എത്തി അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ആ മരം. അപ്പോൾ താഴെ നിന്നിട്ട് നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ജനപ്രതിനിധികളുടെ താഴെയുണ്ട്, പക്ഷേ ആര് വന്നാലും ആ പാമ്പ് വിചാരിക്കണം അതിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ. നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.